യെരിഹോവിൽ നിന്ന് കർത്താവും ശിഷ്യന്മാരും വലിയ പുരുഷാരും കൂടെ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയുടെ മധ്യത്തിലാണ് യെരിഹോവിൻ്റെ വഴിത്തലക്കിലിരിക്കുന്നതായിരിക്കും തിമായിയുടെ മകനായിരിക്കുന്ന ബർത്തിമായി യേശുവിനെ കണ്ടപ്പോൾ കർത്താവിനോട് നിലവിളിക്കുകയാണ്. കർത്താവ് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. 3 കാര്യം നാം ശ്രദ്ധിക്കണം. 1, അവൻ നിലവിളിച്ചു. എപ്പോഴാണ് ദൈവത്തിൻ്റെ വിടുതൽ നാം അനുഭവിക്കുന്നത്? എവിടെ നാം നിലവിട്ട് വിളിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ നിലയാണ് വിളിക്കാൻ നമുക്ക് തടസ്സമായി തീരുന്നത്. എവിടെ നിലവിട്ട് വിളിക്കുന്നുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ആരും മിണ്ടാതിരിക്കുവാനായിട്ട് കൽപ്പിച്ചോ അവരെ കൊണ്ട് തന്നെ കർത്താവ് തിമായിയുടെ മകനായ ബർത്തിമായി യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. 2, തനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് മുന്നമേ തന്നെ തൻ്റെ കരത്തിലുണ്ടായിരുന്ന സാധ്യതകളെ മുഴുവനും അവൻ്റെ പുതപ്പും അവൻ്റെ പണം തേടുന്ന പാത്രമൊക്കെ അവൻ വലിച്ച് എറിയുകയാണ്. അപ്പോൾ സാധ്യതകൾ ലഭിച്ചിട്ടില്ല. കർത്താവ് വിളിച്ചാൽ വിട്ടുകളയാൻ മനസ്സുള്ളവരായി. 3, പോകാം, നീ സൗഖ്യമായിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പോകുകയല്ല, കർത്താവിനോട് ചേർന്ന് അവനെ അനുഗമിക്കുകയാണ്. ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതങ്ങൾ നിലവിട്ട് വിളിക്കുവാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിലവിട്ട് വിളിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ എവിടെയെങ്കിലും കളയാനുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വലിച്ചെറിയാം. കർത്താവിനോട് ചേർന്ന് നമുക്കവനെ അനുഗമിക്കാം. അതാണ് ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്. കർത്താവേ, ഈ ഞായറാഴ്ച അത് ഞങ്ങൾക്ക് കൃപ തരണം, സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.